വി ഫോർ ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻസിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഒരു ഫോമിലുള്ള എക്സ്പോണൻറ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ എ റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോം. എ റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കി എന്താ സംഗതി നോക്കിയാലോ. നമുക്ക് എക്സ്പോണൻസ് എന്ന് പറയുന്ന ആശയം എന്താണെന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ. എക്സ്പോണൻസ് ആർ ദ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് ഫോർ റൈറ്റിംഗ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എക്സ്പോണൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? ഷോർട്ട് കട്ടാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷനുള്ള ഷോർട്ട് കട്ടാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. നോക്ക്. ഇതാ ഇവിടെ 5 × 5 × 5 × 5 എന്ന് ഞാൻ എഴുതാണ്. ഓക്കെ അല്ലേ? ഇത് സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് വരികയല്ലേ? ഇതിന് എനിക്ക് ചുരുക്കി എഴുതാൻ വേണ്ടി നമ്മൾ എക്സ്പോണൻസ് ഉപയോഗിക്കുന്നത്. കണ്ടോ? നോക്കിയേ, 5 raised to 4 എന്ന് എഴുതി. നോക്കിയേ, 5 1 2 3 4 വട്ടം 5 വന്നതിനെ ഞാൻ എങ്ങനെ എഴുതി? 5 raised to 4 എന്ന് എഴുതി. 5 raised to 4 കിട്ടിയ. അവിടെ നോക്കിയേ, a × ഇങ്ങനെ a റിപ്പീറ്റ് ചെയ്ത് വരിക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ അതാണ് നമ്മുടെ ഈ എക്സ്പോണൻസിൻ്റെ ഐഡിയ വരിക. ഓക്കെ അല്ലേ? ഇതിന് ഞാൻ എങ്ങനെ എഴുതുന്നത്? 1 2 3 4 5 a raised to 5 എന്നാണ് എഴുതുക. അപ്പോൾ ഒരു ഐഡിയ ആയോ? ഓക്കെ അല്ലേ? തിരിച്ചു പോവാം. അപ്പോൾ എക്സ്പോണൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്സ്പോണൻസ് ആർ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് ഫോർ റൈറ്റിംഗ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ ഫിസിക്സിനകത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ശരിയല്ലേ? സൈസ് ഓഫ് ആറ്റം 10⁻⁻10 മീറ്റർ റേഞ്ചിലാണ് വരുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എക്സ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐഡിയ പിടി കിട്ടി. നോക്കിയേ, ഈ എക്സ്പോണൻസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും രണ്ടാളുകളാണ് വരുന്നത്. ഒന്നൊരു ബേസ്, എന്താ പറയുന്നത്? ബേസ് വരും. കണ്ടോ? ആ താഴെ വരുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് ബേസ്. മുകളിലിരിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ എന്ന് വിളിക്കും. അപ്പോൾ ഈ എ റേസ് ടു എന്നിനകത്ത് എ എന്ന് പറയുന്നതാണ് ബേസ്, എൻ എന്ന് പറയുന്നതാണ് പവർ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആണ്. എക്സ് റേസ് ടു എൻ എന്ന് എഴുതുന്നതിനകത്ത് ഈ എക്സ് എന്ന് പറയുന്നതാണ് ബേസ്, എൻ എന്ന് പറയുന്നതാണ് പവർ. എ റേസ് ടു എന്നകത്ത് എ ആണ് ബേസ്, എൻ എന്ന് പറയുന്നത് പവറാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പം ബേസും പവറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസും പവറും മനസ്സിലായോ? ആയല്ലോ? ഓക്കെ ആണേ? യെസ്. ശ്രദ്ധിച്ചോണേ, പ്രധാനപ്പെട്ട പോയിന്റ്. ദാ എ റേസ് ടു എൻ ഉണ്ട്. എ റേസ് ടു എന്നകത്ത് എ എന്ന് പറയുന്നത് ബേസ് ആണ്. ഓക്കെ അല്ലേ? എൻ എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് ഓർ പവറാണ്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാലോ. 4 × 4 ശരിയല്ലേ? ആണ്. ഇതിനകത്ത് ബേസ് ആരാ? നമ്മുടെ 4 ആണ്. ഓക്കെ അല്ലേ? നമ്മളിതിൻ്റെ മുകളിൽ 3 എന്ന് എഴുതും. അപ്പോൾ ആ 3 എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ പവറാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഹൗ മെനി ടൈംസ് ടു മൾട്ടിപ്ലൈ ഇറ്റ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റൂളിലേക്കൊക്കെ വന്നാലോ? വരാം. യെസ്. ഗോൾഡൻ റൂൾസ് ഓഫ് എക്സ്പോണൻസ്. ചുമ്മാ പേര് കൊടുത്താൽ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്ന റൂളിൻ്റെ പേരാണ് പ്രോഡക്റ്റ് റൂള്. നോക്കിക്കോണേ. വെൻ മൾട്ടിപ്ലൈയിങ് നമ്പേഴ്സ് വിത്ത് സെയിം ബേസ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബേസിനെ അതുപോലെ നിലനിർത്തും, എന്നിട്ട് എക്സ്പോണൻസിനെ ആഡ് ചെയ്യും. ശ്രദ്ധിച്ചോണേ എങ്ങനെയാണ് സംഗതി എന്ന് നോക്കിക്കോ. ദ എക്സ് റേസ് ടു 4 × എക്സ് റേസ് ടു 5 എന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബേസിനെ അതുപോലെ നിലനിർത്തണം, എക്സ്. എന്നിട്ട് മുകളിൽ കിടക്കുന്ന ഈ പവറിനെ എക്സ്പോണൻസിനെ ആഡ് ചെയ്യണം. 4 + 5 ആൻസർ എന്ത് കിട്ടും? എക്സ് റേസ് ടു 9 എന്ന് കിട്ടും. മനസ്സിലായോ? കൂടുതൽ എക്സാമ്പിൾ നോക്കിയാലോ. നോക്ക്. 4 raised to 3 × 4 raised to 5 ആൻസർ പറ. 4 raised to 8 എന്ന് കിട്ടും. ഐഡിയ പിടി കിട്ടിയോ? എന്താ ചെയ്തേ? ബേസിനെ അതുപോലെ നിലനിർത്തി മുകളിലുള്ള നമ്പർ തമ്മിൽ ആഡ് ചെയ്തു. ക്ലിയർ അല്ലേ? സംശയം വേണ്ടല്ലോ? സംശയമുണ്ടോ? നോക്കിയാട്ടെ. അടുത്ത് നോക്കിക്കോ. 7 raised to 3 × 7 raised to 4 × 7 raised to 5 എന്ന് വരുന്നു. ഇവിടെ 3 പേരുണ്ട്. ഒരു കാര്യമില്ല, നമുക്ക് എളുപ്പമാണ്. നമ്മൾ ആ 7 അതുപോലെ നിലനിർത്തുക, മുകളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. 3 + 4 + 5 കഴിഞ്ഞു. ആൻസർ എന്ത് കിട്ടും? 7 raised to 12 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്തോണേ. കറക്റ്റ് അല്ലേ? ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് മനസ്സിലായോ? പ്രോഡക്റ്റ് റൂൾ മനസ്സിലായോ? പ്രോഡക്റ്റ് റൂളിനകത്ത് എന്താ വരുന്നത്? എ റേസ് ടു എം × എ റേസ് ടു എൻ എന്നുള്ള ഫോം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് അതുപോലെ നിലനിർത്തണം, മുകളിലുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം, m + n. മനസ്സിലായോ? ഓക്കെ അല്ലേ? നോക്കിക്കോ. മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോ. എക്സ് റേസ് ടു എം × എക്സ് റേസ് ടു എൻ എന്ന് വരികയാണ്. എന്താ ചെയ്യേണ്ടത്? എക്സ് റേസ് ടു m + n കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? സംശയം വേണ്ടല്ലോ? അപ്പോൾ പ്രോഡക്റ്റ് റൂള് കഴിഞ്ഞു. മനസ്സിലായി? നോക്ക്.
അടുത്ത എന്താ കോഷ്യൻ റൂൾ അല്ലെങ്കിൽ ഡിവിഷൻ്റെ റൂളാണ്. ശ്രദ്ധിച്ചോണം, ഇതാണ് നമ്മൾ ഡിവൈഡാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, ഇവിടെ ചെയ്ത് നോക്കിയതാ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്നുള്ള ഫോമാണ് വരുന്നത്. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്നുള്ള ഫോമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് അതുപോലെ നിലനിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, m മൈനസ് n എന്ന് എഴുതണം. അതായത് മുകളിലുള്ള കണ്ടോ, മുകളിലുള്ള നമ്മുടെ നമ്പർ, താഴെയുള്ള നമ്പർ മൈനസ് ചെയ്ത് കണ്ടോ, m മൈനസ് n. ക്ലിയർ ആണോ? സംശയമുണ്ടോ? എക്സാമ്പിൾ നോക്കിയാലോ? നോക്കിയേ, x⁵5 ബൈ x⁵2 ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോണം, x⁵5 അതുപോലെ എഴുതുക. നോക്കി അതിനകത്ത് ഈ 2 കുറയ്ക്കുക. കഴിഞ്ഞു. ഇത് കുറച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി. x⁵3 എളുപ്പമല്ലേ? പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ ആണോ? പ്രശ്നമില്ലേ? ഇതാ നോക്കിയതാ, ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്ക്. 6 × 10⁻7 ഡിവൈഡഡ് ബൈ 2 × 10⁻4 എന്നാണ് വന്നിരിക്കുന്നത്. ഈ 6ഉം 2ഉം കട്ടായി, നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ശരിയല്ലേ? മുകളിൽ 7 ഉണ്ട്, ഇവിടെ 10⁻4 ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? 10 അതുപോലെ നിലനിർത്തി 7 - 4. അടുത്ത റൂൾ നോക്കിയോ, പവർ ഓഫ് എ പവർ റൂളാണ്. എങ്ങനെയാണ് ഇത് പവർ ഓഫ് എ പവർ റൂൾ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇത്. നോക്കിയേ, ഇതാ ഒരെണ്ണത്തിൻ്റെ മുകളിൽ അടുത്തത് പവറായിട്ട് കയറി വരിക. നോക്കാം, x⁻m എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ എന്താ എഴുതുക? n എഴുതുക. ഈ ഒരു ഫോമാണ് വരുന്നത്. ശ്രദ്ധിച്ചോണേ. അങ്ങനെയുള്ള 1-2 എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് നോക്കിയേ, ഇതാണ്ട് ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? a⁻m⁴n എന്നുള്ള ഫോമിൽ വരിക. a⁻m⁴n എന്നുള്ള ഫോമിൽ വരിക. അപ്പോൾ എങ്ങനെ എഴുതണം? ബേസ് അതുപോലെ എഴുതണം. ഓക്കെ അല്ലേ? ഇതാ m × n എന്ന് കൊടുക്കുക. ഓക്കെ, പ്രശ്നമുണ്ടോ? പ്രശ്നം ഇല്ലെന്നിരിക്കുന്നു. അടുത്ത് നോക്കിക്കോണേ, x⁻n⁴p എന്ന് വന്നിരിക്കും. p x⁻n⁴p എന്ന് വന്നിരിക്കും. അപ്പോൾ നമ്മൾ എഴുതും x⁻n × p എന്ന് എഴുതും. മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത x⁻m⁴n വന്നാലോ? x അതുപോലെ എഴുതി m × n. മനസ്സിലായോ? തിരിച്ചു വാ. പവർ ഓഫ് എ പവർ റൂൾ എങ്ങനെയാണെന്ന് നോക്കിയേ, ശ്രദ്ധിച്ചോ. a⁻m⁴n വന്നാൽ നമ്മൾ ബേസ് അതുപോലെ എഴുതുക, മുകളിലുള്ള 2 മൾട്ടിപ്ലൈ ചെയ്യുക. അതേ ഉള്ളൂ. നോക്കിക്കോണേ, ഇതാ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് 10⁻² സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് അതിൻ്റെ വോളിയം നോക്കിയേ 10⁻² ദ ഹോൾ ക്യൂബ് ഇട്ട് കൊടുത്ത്. ശരിയല്ലേ? ഇപ്പോൾ നോക്കിയേ, ഒരെണ്ണത്തിന് മുകളിൽ ഇത് റൈസ് ഹോൾ ക്യൂബ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് 10 ബേസ് എഴുതി അല്ലേ, 2 × 3 ചെയ്ത് ആൻസർ 10⁻6 എന്ന് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? എളുപ്പമായിരുന്നേ. അടുത്ത് നോക്കും, നെഗറ്റീവ് എക്സ്പോണൻ്റ് റൂൾ പ്രധാനപ്പെട്ടതാണ്. ഈ നെഗറ്റീവ് എക്സ്പോണൻ്റ് റൂൾ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ? നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്, a⁻n എന്നുള്ള ഫോമുല വരുന്നത്. a⁻n എന്നുള്ള ഫോമുല വരുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചോണേ, ഈ a⁻n എന്നുള്ള ഫോമിൽ വരുന്നതിനെ, ഈ a⁻n എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ? a⁻−1 ഡിവൈഡ് ബൈ 1 എന്നാണ്. ശരിയല്ലേ? ഇതിന് നമ്മളൊന്ന് തിരിച്ചിടുകയാണ്. ഇതിന് തിരിച്ചിടുമ്പോൾ നോക്കിക്കോണേ, ഈ 1 മുകളിൽ വന്ന് a⁻n ഈ -n എന്നുള്ളത് താഴെ വന്നപ്പോൾ a⁻n ആയിട്ട് മാറി. നമുക്ക് ഇങ്ങനെ എഴുതാം, 1/a⁻n എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ തിരിച്ച് നമുക്ക് വായിക്കാം, തിരിച്ച് മറിച്ചും വായിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചോണേ, ഇതാണ് ഈ നെഗറ്റീവ് എക്സ്പോണൻ്റ് റൂള്. എന്താ ഉദ്ദേശിക്കുന്നത്? a⁻n നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻n എന്ന് എഴുതാം. ഇനി തിരിച്ച് 1/a⁻n നമുക്ക് a⁻n എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശ്രദ്ധിച്ചോണേ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. a⁻−5 എന്ന് കിടക്കാം. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁵5 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? x⁻−7 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/x⁻7 എഴുതാം. ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. സെറ്റായോ? സെറ്റായേ? തിരിച്ചു വാ. അപ്പോൾ നോക്കിയേ, ഇത് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് നമുക്കറിയാം. ഇപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം m/s ആണ്. ശരിയല്ലേ? ആണോ? m/s ആണ്. ഇത് നമ്മളെങ്ങനെ എഴുതും? മീറ്റർ ഈ സെക്കൻഡിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ അതിനെ s⁻⁻1 എന്ന് എഴുതാം. ആക്ച്വലി m/s എഴുതിയാൽ ശരിക്കും അങ്ങനെ m/1 s⁻⁻1 എന്നാണ്. പക്ഷേ ഈ s⁻⁻1 ഈ ഇതിന് മുകളിൽ വന്നപ്പോൾ എന്തായി? നോക്കിയേ, s⁻⁻1 ആയിട്ട് മാറി. അത് ശരിക്കും നമ്മുടെ എന്താ? നെഗറ്റീവ് എക്സ്പോണൻ്റ് റൂൾ എന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. യെസ്. നോക്കാം, അടുത്ത സീറോ എക്സ്പോണൻ്റ് റൂൾ. ഇത് വളരെ രസകരമാണ്. ശ്രദ്ധിച്ചോണേ, എനി നോൺ സീറോ ബേസ് പറഞ്ഞാൽ റേസ്ഡ് ടു എ പവർ ഓഫ് 0 ഈസ് ഓൾവേസ് എക്സാക്ട്ലി 1 ആണ്. അതായത് a⁻0 വന്നാൽ ആൻസർ 1, x⁻0 വന്നാൽ ആൻസർ 1, 1000⁻0 വന്നാൽ ആൻസർ 1. മനസ്സിലായോ? 5000⁻0 വന്നാൽ ആൻസർ 1. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? ഇല്ല. നോക്കിയാൽ നമ്മളിപ്പം ഡയമെൻഷനൊക്കെ എഴുതുന്ന സമയത്ത് കാണാറുള്ളതാണ് m⁻0, l⁻0, t⁻0 ഒക്കെ കാണാറുണ്ട്. ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം കൂടെ ചേർന്നാൽ കിട്ടുന്ന ആൻസർ എന്താ? 1 തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ?
പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. സെറ്റാണേ യെസ്. അവിടെ നോക്കിക്കോ, ഇതാ ഇവിടെ എ ബി ദ ഹോൾ റേസ് എന്ന് വരിക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ എന്നുള്ള ഫോമിലോട്ട് തന്നെ മാറ്റണം. അതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നോക്കിയേ, ഇവിടെ 2 ഇൻറ്റു 10⁴ ദ ഹോൾ റേസ് ടു എന്ന് കിടക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ ഇൻറ്റു 10⁴ ദ ഹോൾ റേസ് ടു എന്നാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 രണ്ടുപേർക്കും കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁴ ഇൻറ്റു 10⁴ മുകളിൽ വീണ്ടും 2 വരാണ്. അതിൻ്റെ കൂടെ ചേർന്ന് 10⁸ ആയിട്ട് മാറും. 2⁴ ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. സെറ്റാണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പ്രധാനമാണ്, നോക്കിക്കോ. നമുക്ക് 10⁻³ ഇൻറ്റു 10⁻² ആഡ് ചെയ്യാൻ കിടക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ 10⁵ എന്ന് എഴുതുന്നത് തെറ്റാണ്. പിടി കിട്ടുന്നുണ്ടോ? അതിൻ്റെ കാരണം വേറൊന്നുമില്ല. ആക്ച്വലി 10⁻³ എന്ന് വെച്ചാൽ 1000 ആണ്. ശരിയല്ലേ? അതിൻ്റെ കൂടെ 10⁻² ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര കിട്ടും? ശരിക്കും 100 ആണ് 10⁻². ശരിയല്ലേ? ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടുന്നത്? 1100 കിട്ടുന്നത് അല്ലേ? അല്ലെങ്കിൽ 1.1 ഇൻറ്റു 10⁻³ എന്നാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാലോ? 10⁻5 എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്താ? 1 2 3 4 5 അല്ലേ? ഇങ്ങനെയല്ലേ വരണ്ടേ? അപ്പം ഇത് തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഓക്കെ അല്ലേ? കൂടുതൽ കുട്ടികൾക്കും മിസ്റ്റേക്ക് വരുന്ന മറ്റൊരു കാര്യം ഇതാണ്. അതായത് നോക്കിയേ, 5/10⁻⁻⁴ എന്ന് കിടക്കുക. ഇതിനെ മുകളിൽ കൊണ്ടുവരണം നമുക്കറിയില്ല. മുകളിൽ കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഇത് അവർ മാറുന്നു. അതാണ് അവർ വരുന്ന മിസ്റ്റേക്ക്. പിടികിട്ടിയോ? അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എക്സ്പോണൻസിനെ പറ്റിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.